ഇച്ചിഗോ ഇച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയോ? ജാപ്പനീസ് ആൾക്കാർ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ സതീദേവി മേനോൻ. ഇച്ചിഗോ ഇച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നിമിഷം ജീവിക്കുക. ഈ നിമിഷം ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് പ്രസന്റ് ആയിട്ടും ജീവിക്കുക. കഴിഞ്ഞതിനെ പറ്റിയിട്ടോ ഭാവിയെ പറ്റിയിട്ടോ ഒന്നും ആലോചിച്ച് വിഷമിക്കില്ല. നമ്മൾ പൊതുവെ എന്താ ചെയ്യാ? അയ്യോ, അന്ന് കഴിഞ്ഞതിനെ പറ്റി പറയുമ്പോ അന്ന് അങ്ങനെയായിരുന്നല്ലോ, അത് കാരണം ഞാൻ ഇങ്ങനെയായി. എന്താ വെച്ചാൽ നമ്മള് ഒരു കാര്യത്തിനും ഒരു റെസ്പോൺസിബിലിറ്റിയും ഏറ്റെടുക്കാൻ തയ്യാറില്ല. ഞാൻ ഇങ്ങനെ ആയതിന് കാരണം വേറൊരാളാണ്, അല്ലെങ്കിൽ അവരെന്നെ ഇങ്ങനെ വിഷമിപ്പിച്ചു, അല്ലെങ്കിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ ആ കഴിഞ്ഞ കാര്യത്തിനെ പറ്റി പറഞ്ഞ് വിഷമിക്കലാണ് നമ്മുടെ കാര്യം. അതുപോലെ തന്നെയാണ് ഭാവി, ഫ്യൂച്ചറിനെ പറ്റിയിട്ട് ഭയങ്കര ആലോചനകളും കണക്കുകൂട്ടലുകളും ഒക്കെയാണ്. എന്താ കാര്യം? ഒരു കാര്യമില്ല. ഇപ്പൊ നമുക്ക് ഇപ്പോഴത്തെ കാലത്ത് ആഫ്റ്റർ കോവിഡ് നമുക്ക് എന്താ മനസ്സിലാവണേ? ലൈഫിനൊന്നും വലിയ ഉറപ്പൊന്നുമില്ല. ആരുടെ ലൈഫിനോ ആരും എപ്പോ വേണമെങ്കിലും എന്തും സംഭവിക്കാന്നുള്ള ഒരു ഇത്. അപ്പോ ഈ ഇച്ചിഗോ ഇച്ചി എന്ന് പറയുന്ന ഈ ഒരു കാര്യം ഉണ്ടല്ലോ, അത് എവിടുന്നാ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചായ സൽക്കാരത്തിൽ നിന്നാണ് അവരത് പറഞ്ഞ്. എന്താ വെച്ചാൽ ഇപ്പൊ ഒരു ചായ കുടിക്കാൻ അല്ലെങ്കിൽ ഒരു ഗസ്റ്റ് വരുമ്പോ നമ്മള് അതിഥിയും ആതിഥേയനും തമ്മിലുള്ള ഒരു റിലേഷൻ, അതായത് അവര് ചായ കുടിക്കണു, ഒന്നിച്ചിരുന്ന് ചായ കുടിക്കണു, സംസാരിച്ച് കുറെ കഴിഞ്ഞിട്ട് അവര് പോണു. പക്ഷെ ആ ചായ കുടിച്ച ആ നിമിഷം ഉണ്ടല്ലോ, ആ നിമിഷം അപ്പം മാത്രമേ കിട്ടുള്ളൂ. അതേ ആള് പിറ്റേ ദിവസമോ അല്ലെങ്കിൽ രാത്രിയോ വന്നിട്ട് ചായയോ ഡിന്നറോ കഴിക്കാൻ വന്നു കഴിഞ്ഞാൽ ആ നേരത്തെ ആ നിമിഷം നമുക്ക് കിട്ടില്ല. അതാണ് മീൻ ചെയ്യുന്നത് നമ്മളെ. അപ്പൊ എന്ത് പറ്റും? ചായ മാറി, പിന്നെ സമയം മാറി, എല്ലാം മാറിയില്ലേ? നമ്മൾ ആ പർട്ടിക്കുലർ മൊമെന്റ്, അതായത് ആ നിമിഷം, ആ ഒരേ ഒരു നിമിഷത്തെ പറ്റിയിട്ടാണ് പറയുന്നത്. ആ ഒരേ ഒരു നിമിഷത്തിൽ നമ്മൾ ജീവിക്കാൻ നോക്കി കഴിഞ്ഞാൽ നമുക്ക് യാതൊരു വക വിഷമങ്ങളും ഉണ്ടാവില്ല എന്നാണ് അവര് പ്രാക്ടീസ് ചെയ്യാന്. നമുക്കും ചെയ്തു നോക്കിയാൽ നല്ലതാണ്. നമ്മൾ എന്താ ചെയ്യാ? ചായ കുടിക്കുമ്പോഴായിരിക്കും രണ്ടുപേരും, ഇപ്പൊ ഹസ്ബൻഡും വൈഫും ചായ കുടിക്കുമ്പോഴായിരിക്കും നമ്മള് ഉള്ള കാര്യങ്ങളൊക്കെ പറയാ. എന്ത്, അയ്യോ അന്ന് മോൻ അങ്ങനെ ആയില്ലേ, മോൾ ഇങ്ങനെ ആയില്ലേ, അല്ലെങ്കിൽ ചേച്ചി ഇങ്ങനെ ആയില്ലേ, പെങ്ങളെങ്ങനെ അങ്ങനെയുള്ള നൂറ് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യും ആ നേരത്ത്, അല്ലെ? അല്ലെങ്കിൽ ഇനിയിപ്പോ ഭാവിയില്, അയ്യോ ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും, അന്ന് ഇപ്പൊ 26 ആയി, 30 ആവും, 2030 ആവുമ്പോഴേക്കും അങ്ങനെ നൂറ് കൂട്ടം കാര്യങ്ങൾ. അതേ സ്ഥാനത്ത് ഒരു പൂവുണ്ട് വിചാരിക്കും. ആ പൂവിനെ നോക്കിയിട്ട് നമ്മളൊന്ന് എൻജോയ് ചെയ്ത് നോക്കും. ആ ഒരു പർട്ടിക്കുലർ മൊമെന്റ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും. അപ്പൊ എല്ലാവരും ഇന്ന് ജീവിക്കുക. കഴിഞ്ഞതിനെ പറ്റിയിട്ടോ ഭാവിയെ പറ്റിയിട്ടോ ആലോചിച്ചിട്ട് കാര്യമില്ല. ഭാവി ആലോചിക്കാണ്ടെന്ന് പറയണത് ഞാൻ എന്താ പറയാ, അടിച്ചു പൊളിച്ച് ജീവിക്കുക, നമ്മൾ പൈസയൊന്നും സേവ് ചെയ്യണ്ട, അതല്ല ഞാൻ മീൻ ചെയ്ത്. ഹെൽത്ത് നോക്കണ്ട, അതല്ല ഞാൻ മീൻ ചെയ്ത്. അതിനെപ്പറ്റി വല്ലാണ്ട് അങ്ങോട്ട് എടുത്ത് തലയിലെടുത്ത് ആലോചിച്ച് വിഷമിക്കേണ്ട കാര്യമില്ല. ഇന്ന് ഈ നിമിഷം നമ്മൾ ജീവിക്കുക. അതിൻ്റെ ഒരു സുഖം ഇപ്പൊ നാളേക്ക് നമ്മളൊക്കെ ഉണ്ടാവോ നിശ്ചയമൊന്നുമില്ലല്ലോ. അപ്പൊ ഇന്ന് ജീവിച്ചു, ഇന്നൊരാളെ കണ്ടു, ചിരിച്ചു, സംസാരിച്ചു, അല്ലെങ്കിൽ ഇന്ന് നമ്മുടെ വീട്ടിലെ പെറ്റ്സിനെ നമ്മൾ വല്ലാണ്ട് പാമ്പർ ചെയ്തു. അങ്ങനെയൊക്കെ ആവുമ്പോ തന്നെ നമുക്ക് ഒരു വിഷമം എന്നുള്ളത് തോന്നില്ല. പിന്നെ കുറെയൊക്കെ വരാനുള്ളത് വഴി തങ്ങില്ല എന്ന് പണ്ടത്തെ ആൾക്കാർ പറഞ്ഞു കേട്ടില്ലേ? ഞാനും പണ്ടത്തെ ആളാണ്, ചെറുപ്പമൊന്നുമില്ല. അതല്ല ഞാൻ മീൻ ചെയ്തേ. അപ്പോ അതുകൊണ്ട് ഞാൻ പറയാൻ വന്നത് വിട്ടുപോയി. ഇന്ന് ജീവിക്കുക, ഇന്നത്തെ ഈ നിമിഷം, മനസ്സിലായില്ലേ? ഈ നിമിഷം നന്നായിട്ട് സന്തോഷമായിട്ട് പോസിറ്റീവായിട്ട് എല്ലാ കാര്യങ്ങളും എടുത്ത് ജീവിക്കുക. നല്ല നല്ല ഫ്രണ്ട്സിനെയൊക്കെ വിളിക്കുക, അവരോട് ഹായ് ഹലോ പറയുക, സുഖല്ലേ എന്ന് ചോദിക്കുക. അവർക്ക് ഫിനാൻഷ്യൽ ഹെൽപ്പോ അല്ലെങ്കിൽ ഫിസിക്കൽ ഹെൽപ്പോ ചെയ്തു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും നമ്മുടെ ഒരു വാക്കുകൊണ്ട് അവർക്കൊരു സന്തോഷം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് എനിക്ക് മനസ്സിലാവും അതിൻ്റെ ഒരു സുഖം. എന്ന് വെച്ചാൽ നമ്മൾ വല്ലാണ്ട് ഇങ്ങനെ വിഷമിച്ചിട്ട് ഇരിക്കുമ്പോൾ നമുക്ക് തോന്നും, അയ്യോ നമ്മുടെ ആ ഫ്രണ്ട് ഒന്ന് വിളിച്ചെങ്കിൽ എന്ന് തോന്നണ പല നിമിഷം. എല്ലാവരോടും പറയാൻ പറ്റിയെന്നിരിക്കില്ല, അല്ലെ? എല്ലാ കാര്യങ്ങളും എല്ലാവരോടും നമ്മൾ ഒരു ഓപ്പൺ ബുക്ക് പോലെ ആയിരിക്കും, അല്ല.
കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ ചില പർട്ടിക്കുലർ ആൾക്കാരോട് മാത്രമേ ഷെയർ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുള്ളൂ. ആ ഫ്രണ്ട്സിൻ്റെ ഒപ്പം ഒന്ന് സംസാരിക്കുക, അല്ലെങ്കിൽ അവരെ വീട്ടിൽ വിളിക്കുക, നല്ല ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരം ഇരിക്കുക. ആ ഒരു നിമിഷം ലിറ്ററലി നിങ്ങൾ എൻജോയ് ചെയ്യണം. അപ്പം എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ നമുക്ക് യാതൊരു വക വിഷമങ്ങളും തോന്നില്ല. ഉറങ്ങുമ്പോൾ അന്ന് നല്ല സന്തോഷം തോന്നും. എന്താ വെച്ചാൽ അവരായിട്ട് നമ്മൾ ഗോസിപ്പൊന്നും അല്ലല്ലോ പറയുക, ഗോസിപ്പൊന്നും പറയണ്ട. നമ്മൾ നമ്മുടേതായ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാം. അപ്പൊ ഇച്ചിഗോ ഇച്ചി എന്ന് പറയുന്നത് നമുക്കും പ്രാക്ടീസ് ചെയ്താൽ വളരെ നല്ലതായിരിക്കും. അപ്പൊ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ.